ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സന്തോഷിന്റെ വീട്ടിലെത്തുന്ന വീണയോട് തന്റെ കുഞ്ഞുട്ടനെ കൈവിടല്ലെന്ന് മണി സങ്കടത്തോടെ പറയുകയാ. അത് കേട്ടിരിക്കുകയായിരുന്ന സന്തോഷം അമ്മ വീണയെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കല്ലേ. വീണയ്ക്ക് ഇഷ്ടമുള്ള പോലെ ഡെസിഷൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷം അവിടുന്ന് പോവുകയാ. പിന്നീട് ഭാർഗവൻ മഹേഷിന്റെ ബേക്കറിയിൽ എത്തുന്നുണ്ട്. മാമന് കുടിക്കാനായി മഹേഷ് ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്ത് അമ്മ ജ്യൂസിൽ മധുരം ഇടാലോ എന്ന് ചോദിക്കേ. അതൊന്നും വേണ്ട മരുമോനെന്ന് ഭാർഗവനും. മാമൻ കുടിക്കേ, എന്റെ ഒരു സന്തോഷത്തിനെന്ന് മഹേഷ് പറയേ. എന്നാ മധുരം കുഴപ്പമില്ലെന്ന് ഭാർഗവനും. ഷുഗർ ഇടാനായി ജോലിക്കാരോട് വിളിച്ചു പറഞ്ഞ് മഹേഷും ഭാർഗവനെ സ്വീകരിച്ചിരുത്തുകയാ. മരുമോൻ നിർബന്ധിച്ച് വിളിച്ചോണ്ടാണ് താൻ വന്നതെന്ന് ഭാർഗവൻ പറയുമ്പോ കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ മാമ. പിന്നെ ബിസിനസ്സിൽ വീണു പോകുമ്പോഴുള്ള ടെൻഷനും അപമാനവും എന്ത് ചെയ്യുമെന്നുള്ള ഇരുട്ട് കയറിയ അവസ്ഥയും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് മഹേഷ് പറയുന്നുണ്ട്. ഒരു പിടിയുമില്ല മരുമോനെ, ഉള്ളതെല്ലാം പോയില്ലേ. വീടും കാറും ഉരുപ്പടിയും എല്ലാം പോയില്ലേ. നമ്മുടെ ആദ്യ വീട്ടിലുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ, എല്ലാം പോയി. വാടക വീട്ടിലായിട്ടും ശശികലയ്ക്ക് ഇപ്പോഴും കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അവൾ ഇപ്പോഴും പഴയപടി നടക്കുക, ഒരുങ്ങി ചമഞ്ഞ്. മോൻ കണ്ടതല്ലേന്ന് ചോദിച്ച് കൊണ്ടുവന്നു വെച്ച ജ്യൂസ് എടുത്ത് കുടിക്കുക ഭാർഗവൻ. ഇങ്ങനെ വീണ് കിടക്കുമ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആർക്കും നമ്മളെ മനസ്സിലാവില്ല മാമ. അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കാലക്കേടാ എന്ന് മഹേഷ് പറയുമ്പോ രേണുവിന്റെ കാര്യത്തിലും എനിക്ക് ഇടപെടാൻ പറ്റാത്തത് ശശികലയുടെ നിർബന്ധം കാരണമാണ്. അവൾക്ക് ഒറ്റ ബുദ്ധിയാ എന്ന് ഭാർഗവനും. ഒരു ദിവസം മാമിക്കും എന്തായാലും കഥ പിടികിട്ടും, നമുക്ക് നോക്കാം മാമ. ഇപ്പോ എനിക്കും രേണുവിനും ഇടയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മാമ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഋതുവിന്റെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ. എന്റെ കൂടെ നിൽക്കേണ്ട അവന്റെ സമയം കൂടിയാണ് മാമി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല, അത് ഞങ്ങളുടെ നഷ്ടമാ. മാമിക്കാണെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല എന്ന് മഹേഷ് പറയുന്നുണ്ട്. അതാണ് ഞാനും വീണു കിടക്കുന്നോണ്ട് ഒന്നിലും ഇടപെടാനുള്ള ഒരു ചങ്കുറപ്പുമില്ല എന്ന് ഭാർഗവൻ ടെൻഷനോടെ പറയുമ്പോ മാമ നമുക്ക് നോക്കാം. പിന്നെ മാമൻ എങ്ങനെയാണ് കാര്യങ്ങൾ ആലോചിക്കുന്നതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഒരു പിടിയുമില്ല മരുമോനെ. ആ തിയേറ്ററെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു. ഇപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമ തന്നതെല്ലാം സിനിമ തന്നെ കൊണ്ടുപോയി എന്ന് ഭാർഗവൻ പറയേ. മാമൻ ചെറിയൊരു പ്രോജക്ട് സെറ്റാക്ക്. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി ഫണ്ട് ചെയ്യാം. മാമന്റെ പേരിൽ മാമന്റെ ബാനറിൽ ചെയ്യണം. അതൊന്നും കുഴപ്പമില്ലെന്ന് മഹേഷ് പറയുന്നത് കേൾക്കേ. അത്രയും കാശൊക്കെ നടക്കുമോ മരുമോനെന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട്. മാമൻ ഓക്കെയാണോ? നമുക്ക് നടത്തിയെടുക്കാം. ഇപ്പോഴേ മാമന്റെ കോണ്ടാക്ട് വെച്ച് നല്ലൊരു പ്രൊജക്ട് മാമൻ സെറ്റാക്ക്, ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് മഹേഷ് പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ മരുമോൻ ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാനൊന്ന് നോക്കട്ടെ, പ്രൊജക്ട് ഒക്കെ സെറ്റാക്കാൻ പറ്റും, ഞാൻ മരുമോനെ വിളിക്കാം എന്ന് ഭാർഗവൻ പറയേ. മാമ ധൈര്യമായിട്ടിരുന്നോ, ചാലുവായ നമ്മൾ അത് ചെയ്യും. ഓക്കെ, എല്ലാം നമ്മൾ സെറ്റാക്കും മാമ. മാമൻ ജ്യൂസ് കുടിക്കുന്ന മഹേഷ് നിർബന്ധിക്കുമ്പോഴേക്കും ഭാർഗവൻ ജ്യൂസ് എടുത്ത് കുടിക്കുക. മഹേഷും ജോലിക്കാരനോടായി ഇടാ സച്ചു, അവിടെ ഇരിക്കുന്ന പൊതി ഇങ്ങെടുത്തോ എന്ന് വിളിച്ചു പറഞ്ഞ് ഋതുവിന എന്ന് ഭാർഗവനോടായി പറയുന്നുണ്ട്. ബേക്കറിയിൽ വന്ന് അച്ഛനെ കണ്ടുന്നറിഞ്ഞ അവൻ പലഹാരം ചോദിക്കും. അവന് സന്തോഷമാവുമെന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും മഹേഷിന്റെ മൊബൈൽ റിംഗ് ചെയ്യുക. മാമ ഒരു മിനിറ്റ്, ഒരു അർജന്റ് കോൾ എന്ന് പറഞ്ഞ് മഹേഷ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഭാർഗവനും സന്തോഷത്തോടെ മഹേഷിനെ നോക്കിയിരിക്കുക. പിന്നീട് ഭാർഗവൻ വീട്ടിലെത്തുമ്പോഴേക്കും ഋതു അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക. മോനെ ഋതു, ഇതാ നിന്റെ അച്ഛൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞ ഭാർഗവൻ ആ പൊതി കൊടുക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞ് അവനും സന്തോഷത്തോടെ അത് വാങ്ങി പൊതി അഴിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും ശശികല അങ്ങോട്ട് വന്നണ്ടാ അവിടെ വെക്കടാ എന്നവനെ വഴക്കു പറഞ്ഞ് നിങ്ങൾ എന്തിനാ അവന്റെ കടപ്പലഹാരം വാങ്ങിച്ചോണ്ട് വന്നത്, നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ശശികല ചോദിക്കുന്നുണ്ട് ഭാർഗവനോട്. എന്റെ മരുമോന്റെ കടയിൽ നിന്ന് പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരാൻ എനിക്ക് എന്തിനാ നാണക്കേട്? നീ ഇപ്പോ മരുമോന്റെ ബേക്കറി ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണണം, അപ്പൊ നിന്റെ ഈ പുച്ഛം മാറും. ദേ ഇപ്പോഴത്തെ നമ്മുടെ ഗതി കൂടി നീ ഒന്ന് ആലോചിക്കണം. നിന്റെ നിർബന്ധം കൊണ്ടാ ഇത്രയും വലിയൊരു വീട് വാടകയ്ക്കെടുത്തത്. ഉള്ളതെല്ലാം കൈവിട്ടുള്ള നിൽപ്പാ, അറിയാവോ? എന്നിട്ടും നിന്റെ അഹങ്കാരം മാറിയിട്ടില്ല. ഇതിന്റെ ഫലമാ ഞാനും കൂടി അനുഭവിക്കുന്നതെന്ന് ഭാർഗവൻ പറയുന്നുണ്ട്. കുറച്ചു കടപലഹാരം കിട്ടിയപ്പോ നിങ്ങൾക്ക് അവന്റെ അടുത്ത് വലിയ കൂറായല്ലേ എന്ന് ശശികല ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലായിട്ടും നീ ഒതുങ്ങാത്തതിൽ എനിക്ക് പേടിയുണ്ട് കലേ. കാലക്കേട് വരുന്നത് നമ്മളെ ചിലത് പഠിപ്പിക്കാനാ. ആ ഒരു ബോധമെങ്കിലും നമുക്ക് വേണമെന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ഋതുവിനുള്ള പാലുമായി രേണുവും അങ്ങോട്ടെത്തുകയാ. പറഞ്ഞ് എന്നെ ചെവിതല ഇല്ലാത്തവളാക്കണമല്ലേ, എനിക്കറിയാം എന്ന് ശശികല ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഈ അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴും മരുമോൻ ഇങ്ങോട്ട് വിളിച്ച് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് മരുമോനും ഒരു സുഹൃത്തും കൂടി അടുത്ത പ്രോജക്റ്റിന് ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രോജക്ട് എന്റെ പേരിൽ ചെയ്തോളാനും പറഞ്ഞു. ഇക്കാലത്ത് ആര് പറയും അങ്ങനെ? നമ്മുടെ വീട്ടിൽ മരുമോൻ ആകെ തകർന്നു വന്ന് നിന്നപ്പോഴും നമുക്കാവുമായിരുന്നിട്ടും നമ്മൾ സഹായിച്ചില്ല. പക്ഷേ അതൊന്നും മരുമോൻ ഉള്ളിൽ വെച്ചിട്ടില്ല എന്നൊക്കെ ഭാർഗവൻ മരുമകനെ കുറിച്ചത് പറഞ്ഞത് ഇഷ്ടമാവാതെ, ഓ അപ്പൊ അതാണ് മരുമകനെ ഇത്ര പുകഴ്ത്തൽ അല്ലേ? അവൻ ലോക ഉടായിപ്പാ, പണി കിട്ടുമ്പോഴേ നിങ്ങൾ പഠിക്കൂ എന്ന് ശശികലയും പറയുകയാ.
ഇനി ഇമ്മാതിരി വർത്താനം ഈ വീട്ടിൽ കേൾക്കരുത്. മരുമോൻ സഹായിക്കാൻ കാണിച്ച വലിയ മനസ്സ് നീ കാണണ്ട. കുറഞ്ഞതിങ്ങനെ കുറ്റം പറയാതിരിക്കാനെങ്കിലും നോക്കിക്കൂടെ എന്ന് ഭാർഗവൻ ദേഷ്യത്തോടെ ചോദിക്കേ. എനിക്ക് നല്ല ബോധ്യമുള്ളോണ്ടാ ഞാൻ പറയുന്നത്. ഗുണം കിട്ടുമെന്ന് കരുതുന്നവർക്കേ അതിപ്പോ അങ്ങനെ പിടിക്കൂല, എനിക്കറിയാം എന്ന് ശശികലയും. മരുമോനെ പറ്റി ഗുണവും ദോഷവും ഒന്നും നീ മിണ്ടണ്ട, മനസ്സിലായോ എന്ന് ഭാർഗവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഓ മനസ്സിലായി എന്ന് ശശികലയും. നിൽക്കായിരുന്ന രേണുവും അതുപോലെ എന്റെ കാര്യവും. അമ്മ കാരണമാ ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയത്. അമ്മ എന്നെയും എന്റെ കൊച്ചിന്റെ കാര്യവും കാണുന്നതേ ഇല്ലെന്ന് രേണു പറയുന്നത് കേൾക്കെ. നിങ്ങൾ എന്നെ കരുതി ഒരു ത്യാഗവും ചെയ്യണ്ട, നിങ്ങൾ തോന്നിയ പാട് ചെയ്യേ, വരും പോലെ വന്ന് തൊലയട്ടെ എന്ന് ശശികലയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഓ ഇങ്ങനെ പ്രാഗല്ലമ്മേ എന്ന് രേണു പറയേ. ഇങ്ങനെ തുനിഞ്ഞോരെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? എന്നോട് ഇനി ഒന്നും പറയണ്ട, തോന്നിയ പാട് പോയി ചെയ്തോ എന്ന് ശശികലയും പറയുന്നുണ്ട്. ഇവൾക്ക് ഭാർഗവനും മോളെ രേണു ഇവളുടെ മുന്നിലൊന്നും ഇങ്ങനെ കെഞ്ചേണ്ട കാര്യമില്ല, നിനക്ക് തോന്നുന്നു തന്നെ നിന്റെ ശരി, ധൈര്യമായിട്ടിരിക്കെന്ന് പറയുമ്പോഴേക്കും അതിഷ്ടമാവാതെ ശശികലയും അവിടുന്ന് പോവുകയാ. ഭാർഗവനും ഋതുവിനോടായി മോനെ ഇത് കുടിക്കേ, ഇല്ലെങ്കിൽ പാല് തണുക്കും. അവൾ ഇങ്ങനെ പലതും പറയും, മോൻ അത് കാര്യമാക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ് അവനത് കുടിക്കാനായി തുടങ്ങുകയാ. ഭാർഗവൻ മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും ചൂടുണ്ട്, നോക്കി കുടിക്കെന്ന് പറഞ്ഞ് രേണുവും അവന്റെ അരികിൽ തന്നെ നിൽപ്പാ. പിന്നീട് രാത്രിയാകുമ്പോ തളത്തിലെ കൈവരിയിൽ വന്നിരിക്കുകയായിരുന്ന ടീച്ചറമ്മ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട്. സാറും കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ സരസ്വതി, ഒരു ഹെഡ് മിസ്ട്രസിന്റെ തിരക്കറിയാവുന്നുണ്ടാ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത് എന്ന് പറയേ. ഓ സാറിനോട് സംസാരിക്കാൻ പറ്റാത്തത്ര വിധത്തിലുള്ള തിരക്കൊന്നുമില്ല, എങ്കിലും സ്കൂളിൽ കുട്ടികളും ഫയലുകളും നല്ല പണിയായെന്ന് ടീച്ചറമ്മയും. അതെ എനിക്കറിയാം, കുറച്ചു ദിവസം കഴിയുമ്പോ ഇതും പഴയ പോലെ ഒറ്റ കൈകൊണ്ടങ്ങ് ഓടിക്കാം, അത്രയേ ഉള്ളൂ എന്ന സാറും. അയ്യോ അത്ര സാഹസികതയൊന്നും വയ്യ സാർ എന്ന് സരസ് പറയേ. അത് സാഹസികതയൊന്നുമല്ല സരസു, എക്സ്പെർട്ട് ആവുമ്പോൾ ഉള്ളൊരു ഈസ്നെസ് ഇല്ലേ, അതാണ് കാര്യം എന്ന് സാറ് പറയുമ്പോ തട്ടുമുട്ടുമില്ലാതെ സ്കൂൾ കാര്യങ്ങൾ അങ്ങ് പോയാ മതി സാർ എന്ന് സരസവും. അങ്ങനെ തട്ടുമുട്ടുമില്ലാതെ പോയാ പോരല്ലോ, സരസ്വതി ഹെഡ് മിസ്ട്രസ് ആയിരിക്കുന്ന കാലം ശരിക്കും അടയാളപ്പെടുത്തേണ്ടതല്ലെന്ന് സാറും ചോദിക്കുന്നുണ്ട്. എന്റെ കാലം അടയാളപ്പെടുത്തേണ്ടതല്ലെങ്കിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് തോന്നുന്നുണ്ട് സാർ, അതിനായി പണിയെടുക്കുന്നുമുണ്ട്. പക്ഷേ പഠിപ്പിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ അഭ്യാസം എന്ന് സരസ്വ ഓർമ്മിപ്പിക്കേ. അത് സത്യം തന്നെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണ്, പക്ഷേ സരസ്വതിക്ക് ഈസിയായി പറ്റും അതെന്ന് സാറും. എന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പരമാവധി നോക്കുന്നുണ്ട് സാർ എന്ന് ടീച്ചറമ്മയും. സരസ്വതിക്ക് എന്ത് പരിമിതി, കണ്ണറ്റിങ്കര സ്കൂൾ അടയാളപ്പെടുത്തും ഈ കാലം എന്ന് സാർ തീർത്തു പറയേ. സാറിന്റെ വാക്കുകൾ എപ്പോഴും ഊർജ്ജമാ എന്ന് സരസ്വവും. സന്തോഷമുണ്ട് സരസ്വതി, ഞാൻ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് സാറ് പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ. ആണോ, അയ്യോ എന്തു പറ്റി സാർ എന്ന് ടീച്ചറമ്മയും. ഇപ്പൊന്ന് കുറഞ്ഞു, അങ്ങനെ ചെറുതായി കാര്യങ്ങളൊന്ന് അലമ്പായി, നമുക്ക് വേണ്ട സമ്മർദ്ദമില്ല, അതാ പ്രശ്നമെന്ന് സാറ് പറയേ. സാർ എന്താ അറിയിക്കാഞ്ഞത് എന്ന് സരസ്വവും പരിഭവത്തോടെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല സരസ്വതി, പിന്നെ നിങ്ങൾക്കും ഈ തിരക്കിനിടയിൽ പാടല്ലേ എന്ന് സാറ് ചോദിക്കേ. ഓ സാറേ കഷ്ടമുണ്ട്, ആവശ്യത്തിന് ഉപകാരപ്പെടാനല്ലേ സാർ ബന്ധങ്ങൾ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അന്ന് എന്റെ ട്യൂഷൻ സെന്ററിലെ കുട്ടികൾ തന്നെയാണ് എന്നെ ഹോസ്പിറ്റലിലാക്കിയത്, എന്റെ കുട്ടികൾ തന്നെ മാറി മാറി കൂട്ടിനിരുന്നു, പിന്നെ എന്റെ കുട്ടികൾക്കും നമ്മളോടൊരു ബന്ധുത്വമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സാറ് ചിരിക്കുമ്പോഴേക്കും മേരിക്കുട്ടി മുന്നേ പറഞ്ഞതാ, സാറിന് ഒരു വയ്യായിയുടെ കാലത്ത് നമ്മളെ ഒന്നും പ്രതീക്ഷിക്കുന്നേ എന്ന് സരസ് പറയുമ്പോ. ആഹാ മേരിക്കുട്ടി അങ്ങനെ പറഞ്ഞോ എന്ന് സാറും. മുന്നേ സാറ് ഹോസ്പിറ്റലിലായിരുന്നപ്പോ സൂചിപ്പിച്ചതാ എന്ന് സരസ് പറയേ. എന്ത് പറഞ്ഞു മേരിക്കുട്ടി എന്ന് സാറും. അത് കേൾക്കെ ടീച്ചറമ്മയും അന്നത്തെ സംഭവമെല്ലാം ഓർത്തെടുക്കുക. ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയായിരുന്ന കൃഷ്ണചന്ദ്രൻ സാർ സരസുവിനോടും മേരിയോടും സന്തോഷം ജോണും ഹോസ്പിറ്റലിലുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാലോ എന്ന് ചോദിക്കുന്നതും. റൂമിന് പുറത്തിറങ്ങിയ മേരിക്കുട്ടി സരസുവിനോടായി, എടി ഇപ്പൊ നീ ഇറങ്ങാൻ നേരം സാർ എന്താ പറഞ്ഞതെന്നറിയോ എന്ന് ചോദിക്കുമ്പോ. ഇനി അങ്ങോട്ട് ചെല്ലാനല്ലേ എന്ന് സരസുവും. അല്ല, സന്തോഷം ജോണും ഹോസ്പിറ്റലിൽ ഉള്ളോണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇടയ്ക്ക് വരാലോന്ന്. എടി അതിന്റെ അർത്ഥം എന്താ, ജോണും സന്തോഷമൊക്കെ ഉള്ളോണ്ട് ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ എന്ന് വെച്ചാ അവരൊന്നും ഇവിടെ ഇല്ലാതെ സാറ് വയ്യാതെ കിടന്നിരുന്നെങ്കിൽ നമ്മൾ സാറിനെ കാണാൻ വരില്ലായിരുന്നു എന്ന് മേരിക്കുട്ടി പറയുമ്പോ. അങ്ങനെ സാറ് പറഞ്ഞില്ലല്ലോ എന്ന് ടീച്ചറമ്മയും. സാറേ നേരിൽ അങ്ങനെ പറയണ്ട, പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാ എന്ന് മേരിക്കുട്ടി പറഞ്ഞത് ഓർത്തെടുത്ത് പറയേ. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല, അന്നേരത്തെ സാഹചര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി വയ്യാതായാൽ ആദ്യം സരസ്വതിയെ വിളിക്കാൻ ട്യൂഷൻ പിള്ളേരോട് ഞാൻ ചട്ടം കെട്ടാം എന്ന് സാറ് പറയുമ്പോ. അത് വേണം സാർ എന്ന് സരസ്വവും. ആ കാര്യത്തിൽ സരസ്വതിക്ക് ഇനി പരാതി പറയേണ്ടി വരില്ലെന്ന് സാറ് തീർത്തു പറയേ. അയ്യോ ഞാൻ വിളിച്ചതിന്റെ പ്രധാന കാര്യം വിട്ടുപോയെന്ന് ടീച്ചറും. കുട്ടികൾക്ക് പൊട്ടിച്ചിരിയോടെ ഞാനൊക്കെ ഫോൺ കട്ട് ചെയ്തിട്ടാ പറയേണ്ട കാര്യം ഓർക്കുന്നത് തന്നെ, സരസ്വതി പറയൂ എന്ന് സാറ് പറയുമ്പോ. സാർ വീണ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന്റെ പുതിയ റാങ്ക് ലിസ്റ്റിലുണ്ട് എന്ന് സരസ്വ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ. ആഹാ കൊള്ളാലോ
നല്ല റാങ്ക് ഉണ്ടോ എന്ന് സാറും ചോദിക്കുക. 21 സരസു പറയേ. അപ്പോ വേഗം നിയമനം നടക്കും. ഞാനപ്പോ ഇടയ്ക്ക് ഇറങ്ങാം. എല്ലാരെയും കണ്ടിട്ട് കുറച്ചു നാളായല്ലോ എന്ന് സാറും പറയുന്നുണ്ട്. സാറ് വയ്യാതെ ഇറങ്ങാൻ നിൽക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് സരസു പറയേ. ഏയ്, ഇപ്പൊ ആരോഗ്യമൊക്കെ ഉഷാറായിട്ടുണ്ട്. ഒരു ക്ലാസ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഇറങ്ങാമെന്ന് സാറ് പറയുമ്പോ ശരി സാർ, എന്നാ സാറ് വിളിച്ചിട്ട് വരണേ എന്ന് സരസുവും. ഓക്കെ, അപ്പൊ കാണാം സരസ്വതി, ഗുഡ് നൈറ്റ് എന്ന് സാറ് പറയുമ്പോഴേക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുകയാ. പിന്നീട് ടീച്ചറമ്മ ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്ന വീണയുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞി, ഞാൻ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോ എന്നിട്ട് എന്ത് പറഞ്ഞമ്മേ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. നീ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന കാര്യം പറഞ്ഞെന്ന് അമ്മ പറയേ. ആണോ? വേറെന്തു പറഞ്ഞു എന്ന് വീണയും. നല്ല റാങ്ക് ഉള്ളോണ്ട് വേഗം നിയമനമാവുമെന്ന് പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞു എന്നമ്മ പറയേ. ആണല്ലേ, സാറിന് അവിടെ ട്യൂഷന്റെ തിരക്കല്ലേ, അതാവും ഇടയ്ക്കൊന്നും കാണാത്തതെന്ന് വീണയും പറയുന്നുണ്ട്. ഇതിനിടയിൽ സാറിന് വയ്യാതായി ഹോസ്പിറ്റലിലായിരുന്നു, ബി പി കുറഞ്ഞിട്ടെന്ന് ടീച്ചറമ്മ പറയേ. അയ്യോ, ഹോസ്പിറ്റലിൽ ആരാ നിന്നതെന്ന് വീണ ചോദിക്കുന്നുണ്ട്. അതാ ട്യൂഷൻ സെന്ററിലെ കുട്ടികളാ കൊണ്ടുപോയതും കൂടെ നിന്നതും എന്നമ്മ പറയുമ്പോ പാവം തോന്നുന്നു അമ്മ. സാറിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാറ് വല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാ, അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ നമ്മളും ഇടയ്ക്കൊക്കെ കൊടുക്കണം അമ്മേ എന്ന് വീണ ഓർമ്മിപ്പിക്കുമ്പോ സാറ് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അമ്മയും പരിഭവത്തോടെ പറയുന്നുണ്ട്. അല്ലാത്തവർ ഇങ്ങോട്ട് വിളിച്ചു പറയോ, സാറിന് എന്തെങ്കിലും സംഭവിച്ചാലും ആരും അറിയില്ല, സാറിന് പല വയ്യായികളും ഉള്ളതാ, അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും അമ്മയൊന്ന് വിളിച്ച് അന്വേഷിക്കണം എന്ന് വീണ ഓർമ്മിപ്പിക്കുമ്പോ മോളെ, ഈ തിരക്കിനിടയിൽ ഞാൻ വിട്ടുപോകുന്നതാടി എന്ന് ടീച്ചർ അമ്മയും. തിരക്കുകൾക്കിടയിലും വിട്ടുപോവാത്തതല്ലേ അമ്മേ ബന്ധം, അന്ന് തന്നെ സാറിനെ വിളിച്ചോണ്ട് കിട്ടാത്തതല്ലേ നമ്മൾ അന്ന് പോയി നോക്കിയതും സാർ മിസ്സിംഗ് ആണെന്ന് മനസ്സിലായതും. അല്ലെങ്കിൽ എന്തായേനെ, സാറിന് വളരെ കുറച്ച് മനുഷ്യരുമായിട്ടേ ബന്ധമുള്ളൂവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്ന അമ്മ, അതുകൊണ്ട് സാറിന്റെ കാര്യം അമ്മ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് വിളിച്ച് ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ സാർ ഒന്ന് വീണുപോയാൽ ആരും ഉണ്ടാവില്ലെന്നോർത്ത് തന്നെ സാറ് ടെൻഷൻ അടിക്കും എന്നൊക്കെ വീണ പറയുമ്പോ എടി, നീ പറഞ്ഞതൊക്കെ ശരിയാ, എനിക്കത് മനസ്സിലായി. ഇടയ്ക്ക് മേരിയും ഇക്കാര്യം പറഞ്ഞതായെന്ന ടീച്ചറമ്മയും. എന്നിട്ടും അമ്മ വിട്ടുവല്ലേ അത്, കൊള്ളാം. അമ്മേ, എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ജീവിക്കരുത്, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണമെന്ന് വീണ പറയുമ്പോൾ മനസ്സിലായി എന്ന് ടീച്ചറമ്മയും. ഒരാളിനെ ഇഷ്ടമാണെന്ന് അംഗീകരിക്കുന്നതും പരിഗണിക്കുന്നതും ക്രിമിനൽ കുറ്റമൊന്നുമല്ല എന്ന് വീണ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് സ്വാഭാവികമായുമുള്ള പല ധൈര്യങ്ങളും ഞങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടാവണമെന്നില്ല, അത് ഞങ്ങൾ ആർജിക്കണം. മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലായടാ, ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് വീണയെ കിടക്കാനായി വിളിക്കുന്നുണ്ട് ടീച്ചറമ്മ. അവിടെ സന്തോഷിന്റെ വീട്ടിൽ സന്തോഷിന്റെ ജോലിക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക മണിയും നടേശനും. കുഞ്ഞുട്ടാ, ജോലിക്ക് തിരിച്ചു കയറണമെങ്കിൽ മെഡിക്കൽ കൗൺസിലിന്റെ ക്ലിയറൻസ് വേണ്ടേ, അപ്പൊ പോയല്ലേ പറ്റൂ എന്ന് അമ്മ ചോദിക്കുമ്പോ ജോലിക്ക് പോകുമ്പോ എല്ലാവർക്കും കളിയാക്കാനല്ലേ എന്ന് സന്തോഷം ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. നടേശനും അവനോടായി, എടാ നീ ഇത്രയും വായിക്കുന്നതല്ലേ സന്തോഷം, നിനക്ക് അറിഞ്ഞൂടെ അതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന്, ഇങ്ങനെ വീട്ടിൽ അടച്ചുമൂടി എത്ര കാലം ഇരിക്കും എന്ന് ചോദിക്കേ. ഇനി എന്നോട് ഇക്കാര്യം പറയണ്ട, വരില്ലെന്ന് പറഞ്ഞ് സന്തോഷം അവിടുന്ന് പോവുകയാ. നടേശനും മണിയോടായി, ഇവൻ ഇങ്ങനെ പറഞ്ഞാ എന്ത് ചെയ്യും മണി എന്ന് ചോദിക്കുമ്പോ നിങ്ങളൊരു കാര്യം ചെയ്യേ, വീണയെ വിളിച്ചു നോക്ക്, വീണ പറഞ്ഞ അവൻ കേൾക്കുമെന്ന് മണി പറയേ. ശരി എന്ന് പറഞ്ഞ് നടേശൻ മൊബൈൽ എടുത്ത് വീണയെ വിളിക്കുകയാ. അവിടെ അടുക്കളയിൽ പാചക തിരക്കിലായിരുന്നു വീണയും ടീച്ചറമ്മയും. അവൾ കോൾ എടുക്കുമ്പോഴേക്കും മോളെ, സന്തോഷിനെ മെഡിക്കൽ കൗൺസിലിന്റെ കോൾ ലെറ്റർ വന്നു, അതിൽ പങ്കെടുക്കുന്ന കാര്യം ഞാനും മണിയും പറഞ്ഞിട്ടും സന്തോഷ് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോ സന്തോഷേട്ടൻ എന്ത് പറഞ്ഞു എന്ന് വീണയും. ഫോണില്ലെന്ന് മോള് പറഞ്ഞ അവൻ കേൾക്കും എന്ന് നടേശൻ പറയുമ്പോ ഞാൻ വരാ അച്ഛാ, ഞാൻ പറഞ്ഞു നോക്കാം എന്ന് വീണയും പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് നടേശനും കോൾ വെക്കുകയാ. കോൾ വെച്ച് കഴിയുമ്പോഴേക്കും നടേശനാണോന്ന് അമ്മ ചോദിക്കുന്നുണ്ട് വീണയോട്. അതേന്ന് അവൾ പറയേ. എന്തു പറഞ്ഞെന്ന് അമ്മയും. മെഡിക്കൽ കൗൺസിലിങ്ങിന് ഹാജരാവാൻ സന്തോഷേട്ടന് കോൾ ലെറ്റർ വന്നിട്ടുണ്ട്, പക്ഷെ സന്തോഷേട്ടൻ ഒരു വിധത്തിലും പോവാൻ തയ്യാറാവുന്നില്ല എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ അപ്പോ എന്ത് ചെയ്യാനാന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ സന്തോഷേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കാൻ എന്ന് വീണ പറയുന്നത് കേൾക്കെ. ഇങ്ങനെ എത്ര കാലം സന്തോഷിന്റെ കാര്യങ്ങൾക്ക് പുറകെ നടക്കും കുഞ്ഞി എന്ന അമ്മയുടെ ചോദ്യങ്ങൾക്ക് ടെൻഷനോടെ നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സന്തോഷിനെ കാണാനെത്തുന്ന വീണ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കാമെന്ന് വാക്കുകൊടുക്കുന്നതും ഇപ്പോഴും സന്തോഷിന്റെ പുറകെ നടക്കുന്ന വീണയെ കാനി വിളിച്ച് കുറ്റപ്പെടുത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.